നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആവേശം കൊട്ടിക്കലാശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള കേരളത്തിലെ 1.5 മാസത്തെ പരസ്യപ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ഗംഭീരമാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP പരാതി നൽകി. നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതാപൻ കമ്മീഷനെ സമീപിച്ചത്. എതിർപക്ഷത്തു നിന്ന് ഉയരുന്ന അപവാദ പ്രചരണങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമെന്നും മന്ത്രി. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ. തൃശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഭരണസമിതി അംഗങ്ങളുടെ രാജിമൂലം സംഘത്തിൽ ഉണ്ടായേക്കാവുന്ന ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നടപടി. വാർത്തകൾ വിശദമായി. പ്രചരണം കൊട്ടിക്കലാശിച്ചു. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള 1.5 മാസത്തെ പരസ്യപ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ഗംഭീരമാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. ചൂടേറിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും അവസാനം കുറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ കൊട്ടിക്കലാശം ഗംഭീരമാക്കി മുന്നണികൾ. വൈകിട്ട് 6 മണിയോടെയാണ് പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങിയത്. 1.5 മാസത്തിലധികം നീണ്ട പ്രചരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും സിറ്റിംഗ് MPമാരുടെ പ്രകടനങ്ങളുമെല്ലാം പ്രചരണ സമയത്ത് വിഷയങ്ങളായി. കേരളത്തിൽ 2020 വിജയമാണ് UDF അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ കൂടെ നിൽക്കാത്ത ആലപ്പുഴ കൂടി ഒപ്പം നിർത്തുമെന്ന് പറയുന്ന വലതുമുന്നണി നേതൃത്വം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ 2019 ആവർത്തിക്കില്ലെന്നും പകരം 2004-ലേതുപോലെയുള്ള മികച്ച വിജയം ഇടതുമുന്നണി നേടുമെന്നും LDF നേതൃത്വം പറയുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ സീനിയർ മന്ത്രി, CPM പോളിറ്റ് ബ്യൂറോ അംഗം, ജില്ലാ സെക്രട്ടറിമാർ, MLA ഉൾപ്പെടുന്ന ജനപ്രതിനിധികളെയും കളത്തിലിറക്കിയ ഇടതുമുന്നണി സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നേറിയിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യമാകട്ടെ സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിൽ നിരന്തരം പ്രചരണത്തിനെത്തിച്ച് അക്കൗണ്ട് തുറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് നിലനിർത്തുന്നതിനൊപ്പം A ക്ലാസ് മണ്ഡലങ്ങളിലെ വിജയത്തിനായുള്ള പരിശ്രമങ്ങളും സജീവമായി നടത്തുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചരണത്തിന് സമാപനമാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദമായി മുന്നണികൾ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാകും. വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമായി മണ്ഡലങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടികളുടെ പ്രകടനങ്ങളും റോഡ് ഷോകളും അരങ്ങേറിയിരുന്നു. മേഖലയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ പ്രചരണ സമാപനം വടക്കാഞ്ചേരിയിൽ നടന്നു. രാവിലെ 7 മുതൽ 9 വരെ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ശേഷം 10 മണിക്ക് ചിറ്റൂരിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചു. നെന്മാറ, ചിറ്റിലഞ്ചേരി, വടക്കഞ്ചേരി, ചേലക്കര വഴി അകമലയിലെത്തി. അവിടെ നിന്ന് നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെ വൈകിട്ട് 6 മണിക്കാണ് വടക്കാഞ്ചേരിയിൽ സമാപിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ശക്തമായ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ചാവക്കാടിനെ ആവേശത്തിലാഴ്ത്തി മുന്നണികളുടെ പരസ്യപ്രചരണ സമാപനം. നഗരകേന്ദ്രത്തിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ ശബ്ദപ്രചരണ സമാപനത്തിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ ഇക്കുറിയുണ്ടായ ഹൈവോൾട്ട് പോരിന്റെ എല്ലാവിധ അനുരണനങ്ങളും കൊട്ടിക്കലാശത്തിലും കണ്ടു. വൈകിട്ട് 4:30-യോടെ NDA പ്രവർത്തകരാണ് ആദ്യം നഗരകേന്ദ്രത്തിലെത്തിയത്. വാദ്യമേളം, കൊടികൾ, ബലൂണുകൾ എന്നിവയുമായിരുന്നു BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അവസാന നിമിഷത്തിലെ ശക്തി പ്രകടനം. തൊട്ടുപിന്നാലെ കൂറ്റൻ പ്രകടനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുമെത്തി. ഇതിന് പിന്നാലെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ബീച്ച് റോഡിൽ നിന്ന് എത്തിയത്. 3 മുന്നണികളുടെയും പ്രവർത്തകരും നേതാക്കളും തങ്ങൾക്ക് പോലീസ് നിശ്ചയിച്ച ഇടങ്ങളിൽ നിന്നാണ് ശക്തി പ്രകടനം നടത്തിയത്.
മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ 3 പേരും തൃശൂർ നഗരം കേന്ദ്രീകരിച്ച പ്രകടനത്തിലാണ് പങ്കെടുത്തത്. LDF നേതാക്കളായ NK അക്ബർ MLA, KV അബ്ദുൽ ഖാദർ, ഗീതാ ഗോപി, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, ഷീജ പ്രശാന്ത് എന്നിവർ ഇടതുമുന്നണിയുടെ പ്രവർത്തകർക്കൊപ്പവും UDF നേതാക്കളായ KV ഷാനവാസ്, KV സത്താർ, ഫൈസൽ കാനാമ്പുള്ളി, KV യൂസഫ് അലി തുടങ്ങിയവർ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കൊപ്പവും അണിചേർന്നു. NDA നേതാക്കളായ ദയാനന്ദൻ മാമ്പുള്ളി, KR ബൈജു, ബോഷി ചാണശ്ശേരി, പ്രതീഷ് ഐനപ്പുള്ളി, ഗണേഷ് ശിവജി എന്നിവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്കൊപ്പം പങ്കെടുത്തു. വലിയ സുരക്ഷയാണ് ചാവക്കാട് പോലീസ് ഒരുക്കിയിരുന്നത്. ഗുരുവായൂർ ACP സുന്ദരൻ, ചാവക്കാട് SHO A പ്രതാപ് എന്നിവരുടെ നേതൃത്വത്തിൽ ചാവക്കാട്, ഗുരുവായൂർ, വടക്കേക്കാട് എന്നിവിടങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്രസേന എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. കൃത്യം 6 മണിക്ക് ശബ്ദപ്രചരണം അവസാനിച്ചതോടെ തീർത്തും സമാധാനപരമായ കൊട്ടിക്കലാശത്തിനാണ് ചാവക്കാട് സാക്ഷ്യം വഹിച്ചത്. CCTV ന്യൂസ്, ചാവക്കാട്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളം നഗരത്തിൽ പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തി. പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച രമ്യ ഹരിദാസിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് UDF പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ വാദ്യാഘോഷങ്ങളുമായി പ്രകടനത്തോടെ കൊട്ടിക്കലാശം നടത്തി. സ്ഥാനാർത്ഥിയുടെ ചിത്രവും വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്ലക്കാർഡുകളും മുവർണക്കൊടിയുമായി 500ഓളം പ്രവർത്തകർ നഗരത്തിൽ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, UDF നേതാക്കളായ പ്രസാദ് പുലിക്കോടൻ, ബലരാമൻ നായർ, ബാബു മണി, DCC ജനറൽ സെക്രട്ടറി വിജോയ് ബാബു, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ്, PI തോമസ്, CV ജാക്സൺ, ബാലചന്ദ്രൻ, മിഷ സെബാസ്റ്റ്യൻ, CK ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരത്തെ ചെങ്കടലാക്കി LDF ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ മണ്ഡലം തല പ്രചരണ പര്യടനത്തിന് ആവേശോജ്വല സമാപനം. പ്രചരണത്തിന്റെ 3ാം ഘട്ടത്തിൽ 43 ബൂത്തുകളിലാണ് വോട്ട് അഭ്യർത്ഥനയുമായി രാധാകൃഷ്ണൻ എത്തിയത്. ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞിരക്കോട് നിന്ന് ആരംഭിച്ച പ്രചരണം എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട്, കടവല്ലൂർ, കാട്ടകമ്പാൽ, പോർക്കുളം, ചൊവ്വന്നൂർ, കുന്നംകുളം നഗരസഭ എന്നിവിടങ്ങളിൽ തിങ്ങി നിറഞ്ഞ ആബാലവൃദ്ധം ജനങ്ങളുടെയും ഊഷ്മളങ്ങളായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് K രാധാകൃഷ്ണൻ ജനമനസ്സുകളിലെ സ്ഥാനം ഊട്ടിയുറപ്പിച്ചു. കനത്ത ചൂടിനെയും അവഗണിച്ച് തെരഞ്ഞെടുപ്പ് ചൂടിനെ അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചാണ് പ്രചരണം മുന്നേറിയത്. പ്രചരണത്തിന്റെ സമാപനം കൊട്ടിക്കലാശത്തിന് സമാനമാക്കിയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ആവേശമാക്കിയത്. മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ ഇരുചക്രവാഹനത്തിൽ കുറുക്കൻപാറയിലെത്തി സമാപന യോഗത്തിലേക്ക് റാലിയായെത്തി. തുടർന്ന് കുന്നംകുളം നഗരത്തിലെത്തിച്ചേർന്നു. നഗരത്തെ ചെങ്കടലാക്കി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ മണ്ഡലം തല പ്രചരണ പര്യടനം കുന്നംകുളത്ത് സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, LDF മണ്ഡലം കൺവീനർ MN സത്യൻ, ചെയർമാൻ KT ഷാജൻ, LDF നേതാക്കളായ M ബാലാജി, KD ബാഹുലയൻ, EA ദിനമണി, നാസർ ഹമീദ്, S ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. ആലത്തൂരിലെ BJPയുടെ കൊട്ടിക്കലാശം പാലക്കാട് ചിറ്റൂരിൽ നടന്നു. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് റോഡ് ഷോയോടെയാണ് അവസാനഘട്ട പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ചിറ്റൂരിൽ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു, ദേശീയ ജനാധിപത്യ സഖ്യം നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF എരുമപ്പെട്ടിയിൽ റോഡ് ഷോ നടത്തി. നെല്ലുവായ് വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. രമ്യ ഹരിദാസിന്റെ കട്ടൌട്ടറുകളും ബലൂണുകളും കൈകളിലേന്തി നടത്തിയ റോഡ് ഷോയ്ക്ക് നാസിക് ഡോൾ അകമ്പടിയേകി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം ചെയർമാൻ NK കബീർ, കൺവീനർ അമ്പലപ്പാട്ട് മുരളീധരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, നിയോജക മണ്ഡലം പ്രസിഡന്റ് സഫീന അസീസ്, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, PM യൂസഫ്, നജീബ് കൊമ്പത്തയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവിനെ ചെങ്കടലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊട്ടിക്കലാശം. ലോക്സഭാ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനമാണ് പെരുമ്പിലാവ് സെന്റർ
ചെങ്കടലാക്കിയത്. CPM കടവല്ലൂർ നോർത്ത്, സൌത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമാപന കുട്ടിക്കലാശത്തിൽ LDF നേതാക്കളായ AC മൊയ്തീൻ MLA, M ബാലാജി, PI രാജേന്ദ്രൻ, K കൊച്ചനിയൻ, അജിത് കുമാർ, KA സുധീർ, പത്മ വേണുഗോപാൽ, ഫൗസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് നടന്ന പ്രചരണ സമാപനം ആവേശകരമായി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ അധ്യക്ഷതയിൽ UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, നേതാക്കളായ VK രഘുസ്വാമി, PC ഗോപാലകൃഷ്ണൻ, യാവുട്ടി ചെറമനേങ്ങാട്, റഫീഖ് ഐനിക്കുന്നത്ത്, ഘടകകക്ഷി നേതാക്കൾ, INTUC പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ടിക്കലാശത്തിൽ കൊട്ടിക്കയറി പുന്നയൂർക്കുളം മണ്ഡലം UDF കമ്മിറ്റി. ആൽത്തറ സെന്ററിലായിരുന്നു പുന്നയൂർക്കുളം മണ്ഡലം UDF കമ്മിറ്റി കൊട്ടിക്കലാശം നടത്തിയത്. മാവിൻചുവട് നിന്നും ആരംഭിച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആൽത്തറ സെന്ററിൽ സമാപിച്ചു. UDF ചെയർമാൻ KH റാഫി, കൺവീനർ PP ബാബു, അഷ്കർ അറക്കൽ, P രാജൻ, ആലത്തയിൽ മൂസ, KP ധർമ്മൻ, ടിപ്പു ആറ്റിപ്പുറം, സലീൽ അറക്കൽ, ലിയാഖത്ത് പയ്യൂരയിൽ, ഭക്കർ തോട്ടക്കാടൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ പങ്കെടുത്തു. പ്രചരണ സമാപനം സമയം 6 മണിക്ക് കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു. LDF പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം പന്നിത്തടം സെന്ററിൽ നടന്നു. കേച്ചേരി റോഡിൽ നടത്തിയ പ്രചരണ സമാപനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നേതാക്കളായ അഡ്വക്കേറ്റ് KM നൌഷാദ്, ഫ്രാൻസിസ് കൊള്ളന്നൂർ, V ശങ്കരനാരായണൻ, KK മണി, PA ഉണ്ണികൃഷ്ണൻ, MK ശശിധരൻ, സുഗിജ സുമേഷ്, AS സുബിൻ, KV ഗിൽസൺ, അബ്ദുൾ റഹീം, സുഭാഷ് അരിയാടത്ത്, നൌഫൽ, ജോജു സ്റ്റീഫൻ എന്നിവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി NDA എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി റോഡ് ഷോ നടത്തി. മങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച് നെല്ലുവായി സെന്ററിൽ സമാപിച്ചു. വാദ്യമേളങ്ങൾ റോഡ് ഷോയ്ക്ക് അകമ്പടിയേകി. BJP എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ, സെക്രട്ടറി രാജേഷ് കുമാർ, കുട്ടഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി, സതീശൻ ചേറ്റുട്ടി, രാമചന്ദ്രൻ മങ്ങാട്, പുഷ്കല മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് താലൂക്കിലെ വോട്ടിംഗിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. താലൂക്കിൽ ഉൾപ്പെടുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ 189ഉം മണലൂർ മണ്ഡലത്തിൽ 190ഉം ബൂത്തുകളാണ് ഉള്ളത്. 9 പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് നഗരസഭാ പരിധിയിലാണ്. എല്ലാ ബൂത്തുകളിലും നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് പോളിംഗ് സാമഗ്രികളുടെയും EVM മെഷീനുകളുടെയും വിതരണം ആരംഭിക്കും. രാവിലെ 6 മണിക്ക് കളക്ടർ, ഒബ്സർവർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് EVM പുറത്തെടുക്കും. ഗുരുവായൂർ മണ്ഡലത്തിലെ മെഷീനുകൾ ചാവക്കാട് MRRM സ്കൂളിലും മണലൂർ മണ്ഡലത്തിലെ മെഷീനുകൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലുമാണ് വിതരണം ചെയ്യുക. മെഷീനുകൾക്ക് പുറമെ പോളിംഗ് സാമഗ്രികളുടെ കിറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. 15 കൗണ്ടറുകളിലായി EVM മെഷീനും 19 കൗണ്ടറുകളിലായി പോളിംഗ് സാമഗ്രികളും വിതരണത്തിനായി ഒരുക്കിയിട്ടുണ്ടെന്ന് ചാവക്കാട് തഹസിൽദാർ ഇലക്ഷൻ റീറ്റേണിംഗ് ഓഫീസറുമായ TP കിഷോർ പറഞ്ഞു. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഈ MRRM സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മണലൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരുക്കങ്ങൾ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ്. 189 പോളിംഗ് സ്റ്റേഷനുകളാണ് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിന് കീഴിലുള്ളത്. ആ ബൂത്തുകളിലെല്ലാം ബൂത്ത് അറേഞ്ച്മെൻറ്റുകൾ ഇതിനകം തന്നെ വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വെബ് ക്യാമറ സംവിധാനം ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ ഈ 2 നിയോജകമണ്ഡലങ്ങളിലും ഇന്ന് രാത്രിയോടുകൂടി പൂർത്തിയാവും. പോളിംഗ് നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തുകളിൽ 4 ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. കൂടാതെ പോലീസ്, BLO എന്നിവരും ഉണ്ടാകും. EVM തകരാർ സംഭവിച്ചാൽ പരിഹരിക്കുന്നതിനായി 18 സെക്ടറൽ ഓഫീസർമാർ ഉണ്ടായിരിക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ റെക്കോർഡിംഗ് അഡീഷണൽ സേനയും സജ്ജമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ARO S ഷീബ പറഞ്ഞു. ഗുരുവായൂർ മണ്ഡലത്തിലെ ബെസ്റ്റ് പോളിംഗ് ബൂത്തായി ചാവക്കാട് അമൃത സ്കൂൾ തിരഞ്ഞെടുത്തതായും അവർ പറഞ്ഞു. ഇവിടെ പ്രത്യേക ക്രമീകരണങ്ങളും ഉണ്ടാകും. CCTV ന്യൂസ്, ചാവക്കാട്. എതിർപക്ഷത്തു നിന്ന് ഉയരുന്ന അപവാദ പ്രചരണങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമെന്നും മന്ത്രി പറഞ്ഞു. LDFന്റെ ബൈക്ക് റാലി പുന്നയൂർക്കുളം മാവിൻചുവട് സെന്ററിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു K രാജൻ. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ബൈക്ക് റാലി ആരംഭിച്ചു. സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, NK അക്ബർ MLA, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ലോക്കൽ സെക്രട്ടറി V അപ്പു മാസ്റ്റർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PT പ്രവീൺ പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വലിയ പ്രതീക്ഷയാണുള്ളത്. ഓരോ വീട്ടിലും ഓരോ ചെറിയ കൂട്ടങ്ങൾക്കിടയിലും
പാർലമെൻറ്റിലേക്ക് പോകാനുള്ള സുനിൽകുമാറിൻ്റെ യാത്രയുടെ തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആവേശപ്പെടുന്നത്. ഒരു പ്രയാസവും ഒരു പേടിയും ഒരാശങ്കയും നമ്മുടെ മുമ്പിൽ. പിന്നെ കഴിഞ്ഞ കുറേ ദിവസമായി ഈ പാളയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചുകൊണ്ട് എതിർപക്ഷം നടത്തുന്ന ചില പ്രചരണങ്ങളുണ്ട്. പച്ചയ്ക്ക് തള്ളിക്കളയുന്നു. ഓരോ ഘട്ടത്തിലും ആഭരണ മത്സരിപ്പിക്കുമ്പോൾ ഇന്നസെൻറ്റിനെ പോലെ ഒരു ഇടതുപക്ഷ നായകൻ്റെ ഫോട്ടോ ചേർത്ത് പിടിച്ച് വടപറക്കാൻ നോക്കുമ്പോൾ, പൂരത്തിൽ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി ചില കാര്യങ്ങൾ പ്രചരണം നടത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ അത്തരം പ്രചരണങ്ങളുമായി പോകുന്നവരെ ഒറ്റപ്പെടുത്തും എന്ന സ്ഥിതിയാണ് കാണാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ MP പരാതി നൽകി. നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതാപൻ കമ്മീഷനെ സമീപിച്ചത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആളുകളുടെ ഭൂമിയും സ്വത്തുക്കളുമെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ജലോറിലും ബൻസോഡയിലും മോദി പറഞ്ഞത്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ഏറെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരെന്നും ആക്ഷേപിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ജനപ്രാതിനിധ്യ നിയമത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കുമെതിരായ അതിക്രമം കൂടിയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേസെടുക്കണമെന്നും മോദിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും മോദി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കണമെന്നും മോദിയുടെ റാലികൾക്ക് അനുമതി നൽകരുതെന്നും ടി.എൻ. പ്രതാപൻ പരാതിയിൽ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, കേച്ചേരി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF എരുമപ്പെട്ടി വെസ്റ്റ് കമ്മിറ്റി റോഡ് ഷോ നടത്തി. നെല്ലുവായി CITU ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മങ്ങാട് സെന്ററിൽ സമാപിച്ചു. രാധാകൃഷ്ണന്റെ ചിത്രം ആലേഖനം നടത്തിയ ടീഷർട്ടും ധരിച്ചും ബലൂണുകളും പ്ലക്കാർഡുകളും ഏന്തി നടത്തിയ പ്രകടനത്തിന് വാദ്യമേളങ്ങൾ അകമ്പടിയേകി. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, LDF നേതാക്കളായ KM അഷ്റഫ്, TK ദേവസി, UK മണി, സുമന സുഗതൻ, PC അബാൽമണി, TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, PT ജോസഫ്, NB ബിജു, AL ജോണി, ദിവ്യ മനോജ്, അങ്കിത സുഗതൻ, OS മനോജ്, MP അജയൻ, ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. LDYF മഹാവിളംബര ജാഥ സംഘടിപ്പിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയം യുവജനങ്ങളുടെ കൈകളിൽ സുരക്ഷിതം എന്ന സന്ദേശത്തോടെയാണ് LDYF മഹാവിളംബര ജാഥ നടത്തിയത്. മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് യുവതീ യുവാക്കൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ നെൽക്കതിർ അരിവാളും ആലേഖനം ചെയ്ത ചുവന്ന ബലൂണുകളുമായി നാസിക് ഡോളിന്റെ അകമ്പടിയോടെ ജാഥയിൽ അണിനിരന്നു. വിളംബര ജാഥ റവന്യൂ മന്ത്രി K. രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആഷിഖ് വലിയകത്ത് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, AK ഹുസൈൻ, PK പ്രസാദ്, സാജൻ മുടവങ്ങാട്ടിൽ, K. സച്ചിൻ, MG രജീഷ് എന്നിവർ സംസാരിച്ചു. ജാഥ വൈകിട്ട് വെങ്കിടങ്ങ് സെന്ററിൽ സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഇനി കുളിരോടെ കണ്ണനെ കാണാം. നാലമ്പലത്തിൽ പൂർത്തീകരിക്കുന്ന ശീതീകരണ സംവിധാനത്തിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. അടുത്ത ഘട്ടത്തിൽ ചുറ്റമ്പലവും ശീതീകരിക്കും. ഇതോടെ ക്ഷേത്രം പൂർണ്ണ ശീതീകരണ സംവിധാനത്തിലാകും. പഴനി ക്ഷേത്രത്തിലെ മാതൃകയിലാണ് ഗുരുവായൂരിൽ ശീതീകരണ സംവിധാനം നടപ്പാക്കിയിട്ടുള്ളത്. നാലമ്പലത്തിൽ വിവിധ ഭാഗങ്ങളിലായി 4 കൂളറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തമിഴ്നാട് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പണികൾ ചെയ്യുന്നത്. തിരുപ്പൂരിലെ KPA പ്രോസസിംഗ് ഉടമ ശേഖറാണ് പദ്ധതി വഴിപാടായി സമർപ്പിക്കുന്നത്. ലോക പുസ്തക ദിനത്തിൽ അധ്യാപകന് ആദരമൊരുക്കി ഫുട്ബോൾ താരങ്ങൾ. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും എളവള്ളി ഫുട്ബോൾ അക്കാദമിയും സംയുക്തമായി നടത്തുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ പരിശീലനത്തിനിടയിലാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജുവിനെ കുട്ടികൾ ആദരിച്ചത്. ലഹരിക്കെതിരെ തൃശൂർ ജില്ലയിലെ 96 സ്കൂളുകളിൽ 4000-ലേറെ പുസ്തകങ്ങൾ പുസ്തക ചങ്ങാത്തം പദ്ധതി വഴി സൗജന്യമായി വിതരണം ചെയ്ത അധ്യാപകനാണ് സ്റ്റൈജു. ഫുട്ബോൾ പരിശീലനത്തിനിടയിൽ അനുഭവങ്ങൾ പങ്കുവച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മാസ്റ്റർ ഗ്രൗണ്ടിലെത്തിയത്. കളിക്കളത്തിലെ പരിശീലനത്തോടൊപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പുസ്തക വായനയും, കളിക്കാരുടെ ജീവിത വിജയരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ ആത്മകഥകളും വായിക്കാനും, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാനും വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് മാസ്റ്റർ ആഹ്വാനം ചെയ്തു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് TK അനിൽ, ഫുട്ബോൾ പരിശീലകരായ PR ജിതിൻ രാജ്, MS സിയാദ്, വിദ്യാർത്ഥികളായ KA വിഷ്ണുദേവ്, KV കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള ഓഫീസർ കൂടിയാണ് PJ സ്റ്റൈജു മാസ്റ്റർ. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 6,41,58,891 രൂപയും 3 കിലോ 619 ഗ്രാം 500 മില്ലിഗ്രാം സ്വർണവും 20 കിലോ
450 ഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000-ന്റെ 36 കറൻസികളും നിരോധിച്ച 1000 രൂപയുടെ 24 കറൻസിയും 500-ന്റെ 78 കറൻസിയും ഉണ്ടായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ കിഴക്കേ നടയിലെ ഈ ഭണ്ഡാരം വഴി 2,58,058 രൂപയും ലഭിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. കടവല്ലൂർ രാജുമാരാർ, കടവല്ലൂർ സഞ്ജയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം, നാദസ്വരം, ആന എന്നിവയോടെ രാത്രി 7-ന് ക്ഷേത്രത്തിൽ നിന്നും തിടമ്പെഴുന്നള്ളിച്ച് 4 ദേശങ്ങളിലേക്ക് പ്രദക്ഷിണം നടത്തി. പടിഞ്ഞാറേ ദേശം, മന്നൻ നഗർ, ശാസ്താനഗർ, കിഴക്കേ ദേശം എന്നിവിടങ്ങളിൽ ദേവനെ പറവെച്ച് സ്വീകരിച്ചു. രാത്രി 9:30-ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തി. തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരി, മേൽശാന്തി ചെറുപാലത്ത് മഹീന്ദ്രൻ നമ്പൂതിരി, ഊരാളൻ പാറമേൽ മന രുദ്രൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങി. ഉത്സവത്തിനെത്തിയ എല്ലാവർക്കും അത്താഴവും ഒരുക്കിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം നീക്കിവെച്ച് ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം 26 മുതൽ 29 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡയാലിസിസ് സഹായം, വിവാഹധന സഹായം, വീട് നിർമ്മിക്കാൻ സഹായം തുടങ്ങിയ കാരുണ്യ പ്രവർത്തികളാണ് തിരുനാളിന്റെ ഭാഗമായി ചെയ്യുന്നത്. 26-ന് വൈകിട്ട് കുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് രൂപക്കൂട് എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവ നടക്കും. സന്ധ്യയ്ക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ നിർവഹിക്കും. തുടർന്ന് മ്യൂസിക് ഫെസ്റ്റ് അരങ്ങേറും. 27-ന് രാവിലെ 6:15-ന് വിശുദ്ധ കുർബാനയിൽ പ്രസിദ്ധേന്തി വാഴ്ചയാണ്. രാത്രി യൂണിറ്റുകളിൽ നിന്ന് അമ്പ്, വള എഴുന്നള്ളിപ്പും തുടർന്ന് വർണ്ണക്കാഴ്ചയും ഉണ്ടാകും. 28-ന് തിരുനാൾ ദിനത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. രാവിലെ 10-ന് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യകാർമ്മികത്വം വഹിക്കും. ഫാദർ അജിത് കൊള്ളന്നൂർ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവുമാണ്. രാത്രി ആലപ്പുഴ കല്യാണ സൂപ്പർ ബീറ്റ്സിന്റെ ഗാനമേള നടക്കും. 29-ന് വൈകിട്ട് 5-ന് കുർബാനയും പിന്നീട് മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളുമാണ്. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര, ട്രസ്റ്റിമാരായ VV ജോസ്, M സ്റ്റീഫൻ ജോസ്, TA കുര്യാക്കോസ്, PRO ആൻഡോ എൽ പുത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ തൃശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഭരണസമിതി അംഗങ്ങളുടെ രാജി മൂലം സംഘത്തിൽ ഉണ്ടായേക്കാവുന്ന ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടി. സംഘം ഭരണസമിതി അംഗങ്ങളായ 10 പേർ ഏപ്രിൽ 3-ന് രാജിവെച്ചിരുന്നു. ഇതിനാൽ ഭരണസമിതിക്ക് യോഗം ചേരുവാൻ ക്വാറം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിന്റെ ഭാഗമായി താൽക്കാലിക ഭരണാധിപനായി ചാവക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ ചാവക്കാട് യൂണിറ്റ് ഇൻസ്പെക്ടർ SJ ശ്രീജിത്തിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി. ചുമതലയേറ്റ 6 മാസം വരെയോ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതുവരെയോ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന്റെ കാലാവധി. ചാവക്കാട് KSCB അറിയിപ്പ്. സൂപ്രണ്ട്, കാഷ്യർ എന്നിവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളതിനാൽ ഏപ്രിൽ 25, 26, 27 തീയതികളിൽ ക്യാഷ് കൗണ്ടർ പ്രവർത്തിക്കില്ലെന്ന് ചാവക്കാട് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ വഴിയോ മറ്റ് സെക്ഷൻ വഴിയോ കറന്റ് ബില്ലുകൾ അടയ്ക്കാവുന്നതാണ്. ചുരമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പുലർച്ചെ 5-ന് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി പുതുമന ഹരികൃഷ്ണനും കാർമ്മികരായി. ഉച്ചതിരിഞ്ഞ് മേളത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി. രാത്രി 7-ന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ 27 ആനകൾ അണിനിരന്നു. തുടർന്ന് പ്രാദേശിക കമ്മിറ്റികളുടെ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ബുധനാഴ്ച പുലർച്ചെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. 5:30-ന് കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. രാവിലെ 8:30-ന് ദണ്ടുപറയോടെയാണ് പൂരം ചടങ്ങുകൾക്ക് സമാപനമായത്. നീണ്ടനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉപ്പുങ്ങൽ പാലായ്ക്കൽ കടവ് റോഡ് നിർമ്മാണം ആരംഭിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളാൽ നിർമ്മാണം മുടങ്ങിക്കിടന്ന റോഡ് എസ്റ്റിമേറ്റിലെ തുകയിൽ മാറ്റം വരുത്തിയാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 2.70 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്. ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടലും റോഡ് ഇന്റർലോക്ക് വിരിക്കലുമാണ് പ്രധാന പ്രവൃത്തി. മഴക്കാലത്ത് പാടത്തു നിന്ന് റോഡിലേക്ക് വെള്ളമിറങ്ങുന്നതിനാൽ വെള്ളക്കെട്ട് പതിവാണ്. ഇതിനു പരിഹാരമായാണ് സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് ഉയർത്തുന്നത്. ടാറിടുന്നതിനു പകരം 5 മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് വിരിക്കും.
ഇരുവശത്തും 1 മീറ്റർ വീതം നടപ്പാതയ്ക്ക് ഒഴിച്ചിടും. പാടത്തെ നിരപ്പിൽ നിന്ന് 3 മീറ്റർ താഴ്ത്തിയാണ് റോഡിന്റെ ഒരു വശം 180 മീറ്ററും മറുഭാഗം 110 മീറ്റർ ദൂരവും ശരാശരി 4 മീറ്റർ ഉയരത്തിൽ ഭിത്തി പണിയുന്നത്. മെയ് അവസാനം പണി പൂർത്തിയാക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മോഹൻദാസ് പറഞ്ഞു. കർഷകരുടെ ആവശ്യം പരിഗണിച്ച് പാടത്തേക്ക് വാഹനമിറങ്ങാൻ റാമ്പ് നിർമ്മിക്കുമെന്ന് വാർഡ് മെമ്പർ EK നിഷാർ അറിയിച്ചു. നേരത്തെ വടക്കുഭാഗത്തേക്കാണ് റാമ്പ് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിലും തെക്ക് ഭാഗത്തും റാമ്പ് നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നേർകുളം. അകാലത്തിൽ മരണമടഞ്ഞ മകന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ച പിതാവും കുടുംബവും. 15 വയസ്സുകാരനായ ദാനിയൽ ഹംസയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പിതാവ് ഷെഫിനും മാതൃ സഹോദരങ്ങളായ മിർഷാദും മിസ്വലും ചേർന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കൊച്ചന്നൂർ വലിയ വീട്ടിൽ ഷെഫിൻ മിർസാന ദമ്പതികളുടെ മകനാണ് 15 വയസ്സുകാരനായ ദാനിയൽ ഹംസ. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ദാനിയൽ ഹംസയ്ക്ക് 2023 ഓഗസ്റ്റിലാണ് ബോൺ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത്. കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ ചികിത്സ തുടരവെ 2024 മാർച്ച് 9-ന് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി ദാനിയൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫുട്ബോളിനെ അതിരറ്റ് പ്രണയിച്ചിരുന്ന ദാനിയലിന് നല്ല ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. മരണം ആസന്നമായ സമയത്തും മാതാപിതാക്കളുടെയും തന്റെ സുഹൃത്തുക്കൾ കൂടിയായ മാതൃ സഹോദരങ്ങളുടെയും കൈപ്പിടിച്ച് ദാനിയൽ ഏറെ സംസാരിച്ചതും ഫുട്ബോളിനെ കുറിച്ചാണ്. മുറിച്ചുമാറ്റിയ കാലിനു പകരം കൃത്രിമക്കാൽ വെച്ച് താൻ ഫുട്ബോൾ കളിക്കുമെന്ന ആത്മവിശ്വാസവും ദാനിയൽ പ്രകടിപ്പിച്ചിരുന്നു. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ദാനിയൽ വിട പറഞ്ഞത്. ദാനിയലിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പിതാവ് ഷെഫിനും ഉമ്മയുടെ സഹോദരന്മാരായ കടങ്ങോട് ശങ്കരത്ത് വളപ്പിൽ മുഹമ്മദ് മിർഷാദും മിസ്വലും ചേർന്ന് DH മെമ്മോറിയൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിൽ നടന്ന മത്സരം കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസറിനെ അതിജീവിച്ച് കൃത്രിമകാലിന്റെ പരിമിതിയെ മറികടന്ന ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ എന്നീ തലങ്ങളിൽ 2ാം സ്ഥാനം നേടിയ പഴഞ്ഞി മങ്ങാട് സ്വദേശിയും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമായ ഹരികൃഷ്ണ മുഖ്യാതിഥിയായി. 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ താജ് പന്നിത്തടം വിന്നേഴ്സും നാടൻസ് വാടാനപ്പള്ളി റണ്ണേഴ്സുമായി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പാറാട്ട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. ബ്രഹ്മകുളം ആൽമാവ് സെന്ററിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എംപറർ ഇമ്മാനുവൽ ചർച്ചിന്റെ നേതൃത്വത്തിൽ സിയോൺ സ്വരയാത്ര കുന്നംകുളത്തെത്തി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ബ്രദർ ജോസഫ് സ്വരയാത്രാ സന്ദേശം നൽകി. സിയോൺ മ്യൂസിക് മിനിസ്ട്രിയുടെ ഭാഗമായ ഗാനശുശ്രൂഷയും ദൈവാരാധനയും നടന്നു. എംപറർ ഇമ്മാനുവൽ വിശ്വാസികൾ ഉൾപ്പെടെ 2000-ലധികം പേർ പങ്കെടുത്തു. വയലത്തൂർ താമരക്കുളം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, കലശാഭിഷേകവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദ ഊട്ട് നടന്നു. 1000-ഓളം പേർ പങ്കെടുത്തു. കാവടി വരവും ഉണ്ടായിരുന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ഗുരുവായൂർ ഹരിവാര്യരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ശിവപ്രസാദ്, സെക്രട്ടറി വാസു, ട്രഷറർ രമേശ് കാളിയത്ത് എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ഗുഡ്സ് പിക്കപ്പും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് 16-കാരന് പരിക്കേറ്റു. അണ്ടത്തോട് കുമാരൻപടി സ്വദേശി മുസ്ലിം വീട്ടിൽ 16 വയസ്സുള്ള അൽസാബിത്തിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അണ്ടത്തോട് സെന്ററിൽ ആയിരുന്നു അപകടം. പരിക്കേറ്റ സാബിത്തിനെ അകലാട് 3 വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SYS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മന്നലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. കേരള മുസ്ലിം ജമാഅത്ത് മന്നലാംകുന്ന് യൂണിറ്റ് പ്രസിഡന്റ് TM ഹുസൈൻ പതാക ഉയർത്തി. തുടർന്ന് മന്നലാംകുന്ന് സെന്ററിൽ ദാഹജല വിതരണം ആരംഭിച്ചു. അനസ് മൊയ്നി, VK അഷ്റഫ്, ഷാഹിദ്, നിയാസ് കൂളിയാട്ട് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6655 രൂപ, പവന് 53,540 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, Kundangulam. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം പഴഞ്ഞി ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന കോട്ടോൾ കണ്ണനായിക്കൽ ചേറു നിര്യാതനായി 84 വയസ്സായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി പരുമല പദയാത്രാ സംഘത്തിന്റെ ക്യാപ്റ്റനായിരുന്നു പരേതൻ. സംസ്കാരം കോട്ടോൾ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സോമർ, സിമി എന്നിവർ മക്കളും സൗമ്യ, സൈമൺ എന്നിവർ മരുമക്കളുമാണ്. പുനേർകുളം പരൂർ ഞാലിൽ ജുമാ മസ്ജിദിന് സമീപം ഏഴിക്കോട്ടയിൽ കുഞ്ഞുമോൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മുൻകാല ടാക്സി ഡ്രൈവറായിരുന്നു പരേതൻ. സെഫിയ ഭാര്യയാണ്. നൌഷാദ്, സെമീറ, സുമയ്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശം കൊട്ടിക്കലാശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള കേരളത്തിലെ 1.5 മാസത്തെ പരസ്യപ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ഗംഭീരമാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP പരാതി നൽകി. നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതാപൻ കമ്മീഷനെ സമീപിച്ചത്. എതിർപക്ഷത്തു നിന്ന് ഉയരുന്ന അപവാദ പ്രചരണങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ വിജയം സുനിശ്ചിതമെന്നും മന്ത്രി. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ. തൃശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഭരണസമിതി അംഗങ്ങളുടെ രാജി മൂലം സംഘത്തിൽ ഉണ്ടായേക്കാവുന്ന ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.